ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും തികച്ചും യാദൃശ്ചികമാണ്. ഇവയ്ക്ക് ഏതെങ്കിലും വ്യക്തികളുമായോ സന്ദർഭങ്ങളുമായോ സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അടുത്ത വന്നതോടുകൂടി നാടകം ആരംഭിക്കുന്നു. എന്താ മനുഷ്യ രാവിലെ തന്നെ ഒന്ന് തുറന്നു വരുന്നേ? നിങ്ങൾ പത്രം വായിച്ച് ചായ കുടിച്ചോണ്ടിവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം പോലെ ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യമാണ്? നിന്റെ ബർത്ത്ഡേ ഞാൻ മറക്കോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? എന്റെ മനുഷ്യ ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. അല്ല പിരിവാണോ? അതൊന്നുമല്ല, ഇന്ന് വീട് വെച്ചിരിക്കാ. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ല. ഒരു അവധി ദിവസം കിട്ടി നിങ്ങളെ പോയോ? ദൈവദൂഷണം പറയാതെ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല, നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുട്ടക്കെട്ടവന്മാരൊന്നും ഇതുവരെ എണീറ്റില്ലേ? മിക്കവാറും വെഞ്ചിരിപ്പിൽ കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ എണീക്ക് തോന്നുന്നില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈൽ തോണ്ടി ഇപ്പല്ലേ? സമയം 12 മണി ആയതാണല്ലോ. സാറിന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയും ചോദിച്ചോണ്ട് നിൽക്കാണ്ട് ബാക്കിയുള്ള എന്നെ കൂടെ എണീപ്പിക്കേ. എന്നിട്ട് പോയാൽ മുറിയൊക്കെ വൃത്തിയാക്കിയില്ലേ? നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറെ തപ്പ എടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാം, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിളില്ലാന്ന് വന്നാൽ നാണക്കേടാ. എടി, നീ ആ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാണോ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോകുന്നത്? ഞാൻ മേരി ആന്റിക്ക് കഴിച്ചില്ലാത്ത കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മളെ പൊളിച്ചു ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാൻ കൊള്ളാത്തൊക്കെ ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല അവളുടെ സ്വഭാവം മോശം. നീ വേഗം പോയിട്ട് ശാന്തമ്മ എടുത്തൊന്ന് വാങ്ങിട്ടോ. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആയി വരുന്നു. ആ, എന്നാ നടക്കട്ടെ. ആരോ പദവി മുട്ടുന്നു. അച്ഛൻ വന്നു എന്നാ തോന്നുന്നേ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരാളെ കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്ത് ചെയ്യും? എടി അമ്മു, നീ പോയി വല്യമ്മയെ വിളിച്ചോണ്ട് പോവാ. മൈക്കിള് കുറച്ച് നാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ. ആകപ്പാട് ജോലി ഇല്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളി പോയാൽ 6 ദിവസം പോകാം. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛാ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് നിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യച്ചാ. ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ. പള്ളിയിലൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്താ വെച്ചാ പള്ളി ഫുഡ് ഉണ്ടായിരുന്നു? ഓണത്തിനല്ലേ? ആ ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആരാണ്? മാവേലി. നിന്റെ കാര്യം എങ്ങനെയാടി? ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല അച്ഛാ.
ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളി കുർബാനയും മാത്രമാണ് അർത്ഥം. അപ്പൊ നീയും അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അച്ഛൻ കാണാത്ത. അവനാണ് അടുത്ത ആഴ്ച മുതൽ ഇങ്ങനെ പള്ളി മുമ്പിൽ കണ്ടോണം. മക്കള്, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാൻ പറഞ്ഞവർക്ക് ഒരു അനുസരണയില്ല. അതിന് നിങ്ങളെല്ലാം ഞായറാഴ്ച വരാറുണ്ടോ? ഇല്ല ചാ, സൗകര്യത്തിൽ വരുമ്പോ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അത് അങ്ങനെയല്ല അച്ഛാ. വന്നു കഴിഞ്ഞോ ഇതൊന്നും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കള്, നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടെ പെടുന്നത്. എന്റെ ദൈവമേ, ഇതിലും നല്ലത് പോകാണ്ടായിരുന്നു. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസ്യർ 5:22 മുതൽ വായിച്ചേ. ബൈബിളിൽ കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. ഞായറാഴ്ച പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാന കൂടാൻ പള്ളി വരണം. പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയ അച്ഛാ, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ കൊടുക്കത്തേയില്ല. കുടുംബ പ്രാർത്ഥനയും നടക്കില്ല അച്ഛൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു.